ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് 1934-ൽ എം.എൻ. റോയ് ആയിരുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടറാകുന്നു എം.എൻ. റോയ്. ഒരു കാര്യം പ്രത്യേകം പറയാം, എം.എൻ. റോയിയും ബി.എൻ. റാവുവും മാറിപ്പോകരുത്. എം.എൻ. റോയ് എന്നത് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച സോഷ്യൽ റീഫോമർ ആകുന്നു. എന്നാൽ ബി.എൻ. റാവു എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ആമുഖം വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ ആകുന്നു. അതുപോലെ ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് ഒഫീഷ്യലി ആവശ്യപ്പെടുന്നത് 1934-ലെ INCയുടെ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിലായിരുന്നു. ഈ ബോംബെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്, അതായത് പ്രസൈഡ് ഓവർ ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. പിന്നീട് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കണം എന്ന ദൗത്യവുമായി ഇന്ത്യയിലെത്തുന്ന പൊളിറ്റിക്കൽ മിഷന്റെ പേരാകുന്നു ക്യാബിനറ്റ് മിഷൻ. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946 മാർച്ച് 24-നായിരുന്നു. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാണത്തെ സഹായിക്കുവാനായി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ബ്രിട്ടീഷ് സർക്കാരായിരുന്നു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്ന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. അതുപോലെ ആ സമയത്തെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. ഈ ക്യാബിനറ്റ് മിഷൻ എന്നത് 3 പേർ അടങ്ങുന്ന ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റി ആയിരുന്നു. ആ 3 പേരാകുന്നു പെത്തിക് ലോറൻസ്, A.V. അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. ഇവരിൽ നിന്നും ഈ ക്യാബിനറ്റ് മിഷന്റെ ഹെഡായി നിയമിച്ചിരുന്നത് പെത്തിക് ലോറൻസിനെ ആയിരുന്നു. പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാണ ഘട്ടങ്ങൾ ആരംഭിച്ചു. ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ ആയിരിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാണ ഘട്ടങ്ങൾ നടക്കേണ്ടത് എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ സമിതിയിലേക്ക് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായി ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുപ്പിലേക്ക് അലോ ചെയ്ത അംഗങ്ങളുടെ സീറ്റുകളുടെ എണ്ണമായിരുന്നു 389. അതിൽ 296 സീറ്റുകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും 93 സീറ്റുകൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മെമ്പേഴ്സിനെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ജവഹർലാൽ നെഹ്റു നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും ആ സമയത്തെ ചില പരിമിതികൾ കാരണം അത് നടപ്പിലായില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല തിരഞ്ഞെടുത്തത്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ, അതായത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആധിപത്യം, അതായത് സുപ്രീമസി ഉണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിരുന്നു. ദാറ്റ് ഈസ്, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സുപ്രീമസി കൈകാര്യം ചെയ്തിരുന്നത് INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുപ്പിലെ ആകെ സീറ്റുകളുടെ എണ്ണം 389 ആയിരുന്നു. അതിൽ 296 സീറ്റുകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും 93 സീറ്റുകൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആ സമയത്ത് നടക്കുന്ന കാരണത്താൽ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ പങ്കെടുത്തത് 211 പേരായിരുന്നു. ഈ 211 പേരടങ്ങുന്ന അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ഭാഗങ്ങളും ഓരോ ആർട്ടിക്കിൾസും പട്ടികകളും എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് എല്ലാവരും ഒത്തുചേർന്ന കൂടിയാലോചനകളുടെയും ഡിസ്കഷൻസിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും ഭാഗമായി, അതായത് വലിയൊരു ഡെലിബറേഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊണ്ടത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊള്ളുവാനായിട്ട് 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് എടുത്തത്. അതായത് 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9-നാകുന്നു. പിന്നീടങ്ങ് വന്ന് 2 വർഷവും 11 മാസവും 18 ദിവസവും നീണ്ട കൂടിയാലോചനകളുടെയും ഡിസ്കഷൻസിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും ഭാഗമായിട്ടാണ് 1949 നവംബർ 26-ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കപ്പെടുന്നത്. അങ്ങനെ 1949 നവംബർ 26-ന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. നവംബർ 26 നിയമദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാകുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ റിട്ടൺ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നതിന്റെ, അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ചെയർമാൻ ഉൾപ്പെടെ ടോട്ടൽ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 1947 ഓഗസ്റ്റ് 29-നാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി ചുമതലയേൽക്കുന്നത്. നമുക്കിനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗങ്ങൾ, പട്ടികകൾ ഇവ എന്താണ് എന്നതിനെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ടെക്സ്റ്റ് ബുക്കായി നമ്മൾ കരുതിയാൽ ആ പുസ്തകത്തിലെ ഓരോ യൂണിറ്റ്സിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിളിക്കുന്നത് ഭാഗങ്ങൾ, അതായത് പാർട്സ് എന്നാകുന്നു. ഇനി ഇതേ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാന ഭാഗങ്ങളിൽ അപ്പൻഡിക്സ് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് കൊടുത്തിട്ടുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പട്ടിക അല്ലെങ്കിൽ സ്കെഡ്യൂൾസ് എന്ന ടേമിൽ വിളിക്കുന്നത്. അതായത് ഒരു ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ്സിന് തുല്യമായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ടേമാകുന്നു ഭാഗങ്ങൾ, അതായത് പാർട്സ്. അതുപോലെ ഒരു ടെക്സ്റ്റ് ബുക്കിലെ അപ്പൻഡിക്സ് എന്നുള്ള ഹെഡിങ്ങിന് തുല്യമായി ഇന്ത്യൻ ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന ടേമാകുന്നു പട്ടികകൾ, അതായത് സ്കെഡ്യൂൾസ് എന്നുള്ളത്.
ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ അവസാന ഭാഗങ്ങളിൽ അപ്പൻഡിക്സ് അതായത് അനുബന്ധം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എപ്രകാരമാണോ അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പട്ടികകൾ അതായത് സ്കെഡ്യൂൾസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണഘടനയിൽ അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിൾസും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ ഇന്ത്യൻ ഭരണഘടനയിൽ 25 ഭാഗങ്ങളും 475 ആർട്ടിക്കിൾസും 12 പട്ടികകളും ഉണ്ട്. ഇതിൽ നമ്മളോട് എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതായത് ഇന്ത്യയുടെ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളും എത്ര ആർട്ടിക്കിൾസും എത്ര പട്ടികകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിൾസും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ആർട്ടിക്കിൾസ് അതായത് അനുച്ഛേദങ്ങൾ ഓരോ ഭാഗങ്ങൾക്കും ആപ്റ്റായ രീതിയിൽ ഓരോ ഭാഗങ്ങൾക്കും കീഴിലായി കൃത്യമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗീകരിക്കുന്ന വർഷം 1949 നവംബർ 26 ഈ നവംബർ 26 നിയമദിനമായി നമ്മൾ ആചരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26 ഈ ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കുന്നത്. ഓക്കെ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓൺ November 26, 1949. It came into effect officially on January 26, 1950. That is why we celebrate January 26th as Republic Day. നമുക്കിനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ഭാഗങ്ങളുടെയും ഓരോ പട്ടികകളുടെയും അതായത് ഓരോ പാർട്സിൻ്റെയും ഓരോ സ്കെഡ്യൂൾസിൻ്റെയും പേരുകൾ കാണാതെ പഠിക്കേണ്ടതുണ്ട്. ആദ്യത്തെ 20 ഭാഗങ്ങളുടെ പേരും അതുപോലെ ആദ്യത്തെ 12 പട്ടികകളുടെ പേരുമാണ് നമുക്ക് കാണാതെ പഠിക്കേണ്ടത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമിനത് ചോദിക്കാറുണ്ട്. ഇന്ന ഭാഗത്തിൻ്റെ ഇത്രാം നമ്പർ ഭാഗത്തിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഇത്രാമത്തെ നമ്പർ പട്ടികയുടെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 20 ഭാഗങ്ങളുടെ പേരും അതുപോലെ ആദ്യത്തെ 12 പട്ടികകളുടെ പേരും നമുക്ക് കാണാതെ പഠിക്കാം. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ പേരാകുന്നു യൂണിയൻ ആൻഡ് ടെറിട്ടറി, യൂണിയനും ഭൂപ്രദേശവും. രണ്ടാമത്തെ ഭാഗത്തിൻ്റെ പേരാകുന്നു സിറ്റിസൺഷിപ്പ്, ദാറ്റ് ഈസ് പൗരത്വം. മൂന്നാമത്തെ ഭാഗത്തിൻ്റെ പേരാകുന്നു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് മൗലികാവകാശങ്ങൾ. 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. 4 കഴിഞ്ഞാൽ 4A ആകുന്നു. ഭാഗം 4A പേരാകുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ദാറ്റ് ഈസ് മൗലിക കർത്തവ്യങ്ങൾ. 5 യൂണിയൻ, 6 സ്റ്റേറ്റ്സ്. 6 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 8ാമത്തേതാണ്. ഭാഗം 8ന്റെ പേരാകുന്നു യൂണിയൻ ടെറിട്ടറീസ്. ഭാഗം 9 പഞ്ചായത്ത്. ഭാഗം 9 കഴിഞ്ഞാൽ ഭാഗം 9A ആണ്. 9A പേരാകുന്നു മുനിസിപ്പാലിറ്റീസ്. 9A കഴിഞ്ഞാൽ 9B ആണ്, ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 9B കഴിഞ്ഞാൽ 10 ആണ്. ഭാഗം 10ന്റെ പേരാകുന്നു സ്കെഡ്യൂൾഡ് ട്രൈബ് ഏരിയാസ്. ദെൻ 11 റിലേഷൻസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്. 11 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 14 ആണ്. ഭാഗം 14ന്റെ പേരാകുന്നു സർവീസസ് അണ്ടർ ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്. 14 കഴിഞ്ഞാൽ 14A ആണ്, ദാറ്റ് ഈസ് ട്രിബ്യൂണൽസ്. അതിനുശേഷം 15 ഇലക്ഷൻ, 16 ഒഫീഷ്യൽ ലാംഗ്വേജ്, 18 എമർജൻസി പ്രൊവിഷൻ. അതിനുശേഷം പഠിക്കാനുള്ളത് 20 ആണ്, ദാറ്റ് ഈസ് അമെൻമെന്റ്. ഇങ്ങനെ ഈ ഒരു 20 ഭാഗങ്ങളുടെ പേര് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കണം. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. 20 ഭാഗങ്ങളുടെ പേര് കൃത്യമായി ഓർത്തു വെക്കുക. ഇനി നമുക്ക് 12 സ്കെഡ്യൂൾസിന്റെ അതായത് 12 പട്ടികകളുടെ പേര് പഠിക്കാം. അതിൽ ഒന്നാമത്തേതാകുന്നു ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ്സ്. 2 എമോളുമെന്റ്സ്. 3 അഫർമേഷൻ ആൻഡ് ഓത്ത്. 4 രാജ്യസഭാ സീറ്റ് അലോക്കേഷൻ. 5 സ്കെഡ്യൂൾഡ് ഏരിയാസ്. 6 അതർ ട്രൈബൽ ഏരിയ. 7 ഫെഡറൽ ലിസ്റ്റ്. 8 ഒഫീഷ്യൽ ലാംഗ്വേജസ്. 9 ലാൻഡ് റീഫോംസ്. 10 ഡിഫക്ഷൻ. 11 പഞ്ചായത്ത്. 12 മുനിസിപ്പാലിറ്റി. ഈ സ്കെഡ്യൂൾസ് അതായത് ഈ പട്ടികകൾ ഓർത്തു വെക്കാനായിട്ടൊരു കോഡുണ്ട്. ദാറ്റ് ഈസ് ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. അങ്ങനെ ഓർത്താൽ മതി. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. T ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ്സ്. E എമോളുമെന്റ്സ്. A affirmation and oath. R Rajya seat allocation. S scheduled areas. O other tribal area. F federal list. O official languages. L land reforms. D defection. P panchayat. M municipality. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ പേരാകുന്നു ജനഗണമന. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആകുന്നു. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായി രചിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. നമ്മുടെ ദേശീയ ഗാനത്തിൽ ആകെ 13 വരികളാണുള്ളത്. നമ്മുടെ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗത്തിന്റെ പേരാകുന്നു ശങ്കരാഭരണം. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആകുന്നു.
നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ സഹോദരീ പുത്രിയായ സരള ദേവി ചൗധരി റാണിയാണ്. 1911 ഡിസംബർ 27 ബിഷൻ നാരായൺ ദർ അധ്യക്ഷത വഹിച്ച കൊൽക്കത്തയിലെ INC സമ്മേളനത്തിലാണ് ദേശീയഗാനം ആദ്യമായി രവീന്ദ്രനാഥ ടാഗോറിന്റെ സഹോദരീ പുത്രിയായ സരള ദേവി ചൗധരി റാണി ആലപിക്കുന്നത്. ദേശീയഗാനം ആദ്യമായി ആലപിക്കുന്നതും ബംഗാളി ഭാഷയിലായിരുന്നു. നമ്മുടെ ദേശീയഗാനമായ ജനഗണമനയെ ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത് ആബിദ് അലിയാകുന്നു. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് വേർഷന്റെ പേരാകുന്നു മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് വേർഷനായ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാകുന്നു. ഈ ഒരു ഇംഗ്ലീഷ് വേർഷൻ തയ്യാറാക്കുവാനായിട്ട് രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിച്ച വ്യക്തിയുടെ പേരാകുന്നു മാർഗരറ്റ് കസിൻ. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഹിന്ദി വേർഷനാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ദേശീയ ഗാനമായി അംഗീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഹിന്ദി വേർഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദേശീയ ഗാനമായി അംഗീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുവാനായി എടുക്കേണ്ട സ്റ്റാൻഡേർഡ് ടൈം എന്നത് 52 സെക്കൻഡ് ആകുന്നു. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട ഷോർട്ടസ്റ്റ് ടൈം എന്നത് 20 സെക്കൻഡ് ആകുന്നു. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയിൽ ജയ എന്ന വാക്ക് 10 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ദേശീയ ഗാനത്തിലുള്ളതും എന്നാൽ ഇന്ന് ഇന്ത്യയുടെ ഭാഗത്തല്ലാത്തതുമായ പ്രദേശത്തിന്റെ പേരാകുന്നു സിന്ധ്. സിന്ധ് എന്ന പ്രദേശം ഇന്ന് പാകിസ്ഥാനിലാണ് ഉള്ളത്. അതുപോലെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല എഴുതി തയ്യാറാക്കിയതും രവീന്ദ്രനാഥ ടാഗോർ ആകുന്നു. നമ്മുടെ ദേശീയ ഗാനം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ ആകുന്നു. നമ്മുടെ ദേശീയ ഗീതത്തിന്റെ പേരാകുന്നു വന്ദേമാതരം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആകുന്നു. വർഷം 1882. 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിക്കുന്നത്. ബംഗാളി ഭാഷയിലാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിക്കുന്നത്. കൊൽക്കത്തയിലെ ബംഗാളിലെ അന്നത്തെ ബംഗാൾ ദർശൻ എന്ന മാഗസീനിൽ ആനന്ദമഠം എന്ന നോവലിലാണ് ആദ്യമായി ബംഗാളി ഭാഷയിൽ വന്ദേമാതരം അച്ചടിച്ചു വരുന്നത്. ഈ ആനന്ദമഠം എന്ന നോവലിന്റെ പ്രമേയം അന്ന് ബംഗാളിൽ നടന്ന സന്യാസി കലാപമായിരുന്നു. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജാദുനാഥ് ഭട്ടാചാര്യ ആകുന്നു. വന്ദേമാതരം രചിച്ചിരിക്കുന്ന രാഗം എന്നത് ദേശ് രാഗമാകുന്നു. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി ആലപിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആകുന്നു. വർഷം 1896 കൽക്കത്തയിലെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലായിരുന്നു. ആ ഒരു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് റഹ്മത്തുള്ള സാഹിനി ആയിരുന്നു. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ രചിച്ചത് അരബിന്ദോ ഘോഷ് ആകുന്നു. മാത്രമല്ല ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മറ്റൊരു പ്രശസ്തമായ കൃതിയാകുന്നു ദുർഗേശ നന്ദിനി. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയും നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന ഡേറ്റ് എന്നത് 1950 ജനുവരി 24 1950 ജാനുവരി 24 നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയും നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദേശീയ ഗാനവും ദേശീയ ഗീതവുമായിട്ട് അംഗീകരിക്കുന്നത്. 2 ഫാക്ടുകൾ പറയാൻ വിട്ടുപോയി, അതുകൂടി പറയാം. അതായത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ പഴയ പേരാകുന്നു ഭാരത് വിധാത. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ പഴയ പേരാകുന്നു ഭാരത് വിധാത. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി അച്ചടിച്ചു വന്നത് 1912 1912 തത്വബോധിനി പത്രികയിലാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി അച്ചടിച്ചു വന്നത്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് നമുക്കറിയാമല്ലോ, അത് 1911 രവീന്ദ്രനാഥ ടാഗോറിന്റെ സഹോദരി പുത്രിയായ സരള ദേവി ചൗധരി റാണിയാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത്. 1911 ബിഷൻ നാരായൺ ദർ അധ്യക്ഷത വഹിച്ച INCയുടെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് രവീന്ദ്രനാഥ ടാഗോറിന്റെ നീസ് എന്ന് പറയുമ്പോൾ സഹോദരി പുത്രിയായ സരള ദേവി ചൗധരി റാണിയാണ്. വർഷം ഡിസംബർ 27 1911 ആകുന്നു. എന്നാൽ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി ആലപിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആകുന്നു. വർഷം 1896 അതും INCയിലെ കൽക്കട്ട സമ്മേളനത്തിലാണ്. ആ സമയത്ത് INCയുടെ കൽക്കട്ട സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് റഹ്മത്തുള്ള സാഹിനി ആയിരുന്നു. അപ്പോൾ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആകുന്നു. വർഷം 1896. എന്നാൽ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കുന്നത് സരള ദേവി ചൗധരി റാണിയാണ്. വർഷം 1911. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ പേരാകുന്നു ത്രിവർണ പതാക. ഇംഗ്ലീഷിൽ ട്രൈ കളർ ഫ്ലാഗ് എന്നും ഹിന്ദിയിൽ തിരങ്ക എന്നും പറയുന്നു. ഇന്ത്യൻ ദേശീയ പതാക ഡിസൈൻ ചെയ്തത് ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ ആകുന്നു. ഇന്ത്യയുടെ ത്രിവർണ പതാകയിൽ കാണുന്ന 3 നിറങ്ങളാകുന്നു കുങ്കുമം, വെള്ള, പച്ച. ത്രിവർണ പതാകയുടെ നടുവിൽ നാവിക നില കൊണ്ട് 24 അരക്കാലുകളുള്ള അശോക ചക്രവും ഉണ്ട്. ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗായ ത്രിവർണ പതാകയുടെ മുകളിൽ കാണുന്ന കുങ്കുമ നിറം ധീരത, ത്യാഗം എന്നിവയെ കുറിക്കുന്നു. നടുവിൽ കാണുന്ന വെള്ള നിറം സത്യത്തെയും സമാധാനത്തെയും കാണിക്കുന്നു. പച്ച സമൃദ്ധിയെയും ബലപുഷ്ടതയെയും കാണിക്കുന്നു. ഉത്തർപ്രദേശിലെ വാരണാസിയിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നുമാണ് ത്രിവർണ പതാകയിൽ കാണുന്ന അശോക ചക്രത്തിന്റെ റഫറൻസ് എടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാകയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചത് 1947 ജൂലൈ 22
ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയുടെ ഷേപ്പ് എന്നത് ദീർഘചതുരാകൃതി, അതായത് റെക്ടാങ്കുലർ ഷേപ്പ് ആകുന്നു. ത്രിവർണ്ണ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആകുന്നു. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക നിർമ്മിക്കുന്ന ഒഫീഷ്യൽ യൂണിറ്റ് കർണാടകയിലെ ഹുബ്ബള്ളിയിലുള്ള കർണാടക് ഖാദി ഗ്രാമോദയ് സംയുക്ത സംഘ് ആകുന്നു. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക നിർമ്മിക്കുന്ന ഒഫീഷ്യൽ യൂണിറ്റ് കർണാടകയിലെ ഹുബ്ബള്ളിയിലുള്ള KKGSS ആകുന്നു. ദാറ്റ് ഈസ് കർണാടക് ഖാദി ഗ്രാമോദയ സംയുക്ത സംഘ്. മാത്രമല്ല, ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനീസിന് അനുമതി നൽകുന്ന കമ്മിറ്റിയാകുന്നു KVIC, ദാറ്റ് ഈസ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. ഓക്കെ. അതുപോലെ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ഏതായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി 1947 ജൂൺ 23 നിയോഗിച്ച കമ്മിറ്റിയുടെ പേരാകുന്നു അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ, അതായത് ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റും കൂടിയാകുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാധാകൃഷ്ണൻ ആകുന്നു. ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ആകുന്നു ടീച്ചേഴ്സ് ഡേ ആയി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഡോക്ടർ രാധാകൃഷ്ണനും മാറിപ്പോകരുത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോണ്ടന്റിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു JB കൃപലാനി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗായ ത്രിവർണ്ണ പതാക ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. സ്ഥലം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച്. അതുപോലെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗായ ത്രിവർണ്ണ പതാക ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും. സ്ഥലം ഡൽഹിയിലെ രാഷ്ട്രപതി രാജ്പഥിൽ വെച്ച്. ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് 9 അളവുകളിൽ നമുക്ക് നിർമ്മിക്കാം. അതിൽ ഏറ്റവും ചെറിയ അളവാകുന്നു 150 മില്ലിമീറ്റർ നീളവും 100 മില്ലിമീറ്റർ വീതിയും. അതിലെ ഏറ്റവും വലിയ അളവാകുന്നു 6300 മില്ലിമീറ്റർ നീളവും 4200 മില്ലിമീറ്റർ വീതിയും. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവാകുന്നു 150 മില്ലിമീറ്റർ നീളവും 100 മില്ലിമീറ്റർ വീതിയും. ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അളവാകുന്നു 6300 മില്ലിമീറ്റർ നീളവും 4200 മില്ലിമീറ്റർ വീതിയും. നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗായ ത്രിവർണ്ണ പതാക ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബെളഗാവിയിലാകുന്നു. നമ്മുടെ നാഷണൽ ഫ്ലാഗായ ത്രിവർണ്ണ പതാക ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബെളഗാവിയിലാകുന്നു. 1931 മുതൽ 1947 വരെ മധ്യത്തിൽ ചർക്കയുള്ള ത്രിവർണ്ണ പതാകയാണ് ഉയർത്തിയിരുന്നത്. മധ്യത്തിൽ ചർക്കയുള്ള ത്രിവർണ്ണ പതാക അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനമാകുന്നു. ഓക്കെ. എന്നാൽ 1929 ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് മധ്യത്തിൽ ചർക്കയുള്ള ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുന്നത്. 1929 ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആകുന്നു. ക്ലിയർ. മധ്യത്തിൽ ചർക്കയുള്ള ഈ പതാക ഡിസൈൻ ചെയ്തത് 1921 അത് മഹാത്മാഗാന്ധിജിയാകുന്നു. മധ്യത്തിൽ ചർക്കയുള്ള പതാകയെ സ്വരാജ് പതാക എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം മധ്യത്തിൽ അശോകസ്തംഭമുള്ള ത്രിവർണ്ണ പതാക ആദ്യമായി ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു ആകുന്നു. ഒരു 2 ഫാക്ട് കൂടി പറയാനുണ്ട്. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക എന്ന് പറയുമ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ത്രിവർണ്ണ പതാക, ഇത് ഇന്ത്യയിൽ ആദ്യമായി ഹോസ്റ്റ് ചെയ്യുന്നത് 1906 ഓഗസ്റ്റ് 7 സുരേന്ദ്രനാഥ് ബാനർജി ആകുന്നു. സ്ഥലം കൊൽക്കത്തയിലെ പാഴ്സി ബഗൻ സ്ക്വയറിലെ ഗ്രീൻ പാർക്കിൽ വെച്ച്. അതുപോലെ ഇന്റർനാഷണൽ ലെവലിൽ ആദ്യമായി ഇന്ത്യയുടെ അന്നത്തെ ഈ കാണുന്ന തരത്തിലുള്ള ത്രിവർണ്ണ പതാക ആദ്യമായി ഹോസ്റ്റ് ചെയ്യുന്നത് 1907 ഓഗസ്റ്റ് 22 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ വെച്ച് മാഡം ബികാജി ഗാമയാകുന്നു. പതാകകളെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത് വെക്സിറോളജി എന്നാകുന്നു. ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ നാഷണൽ ലാംഗ്വേജ്. ഇൻസ്റ്റെഡ് ദർ ഈസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ് വിച്ച് ഈസ് ഹിന്ദി. ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷയില്ല, പകരം ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക ഭാഷയുണ്ട്. അതിൻ്റെ പേരാകുന്നു ഹിന്ദി. ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി ഭാഷയാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുന്നത് 1949 സെപ്റ്റംബർ 14 ഈ സെപ്റ്റംബർ 14 നമ്മൾ ഹിന്ദി ദിവസ് ആയി ആചരിക്കുന്നതും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 343 ക്ലോസ് 1 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്നു. ഹിന്ദി ഭാഷയുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കണമെന്ന് യൂണിയനോട്, അതായത് സെൻട്രൽ ഗവൺമെന്റിനോട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ആർട്ടിക്കിൾ ആകുന്നു ആർട്ടിക്കിൾ 351. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22 ആകുന്നു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളെക്കുറിച്ച് പറയുന്ന പട്ടിക 8 ആകുന്നു. ഭാഗം 17, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം 17 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായ ഹിന്ദിയെക്കുറിച്ച് പറയുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച 22 ഭാഷകളുടെ ലിസ്റ്റ് ഈ കാണുന്നതാകുന്നു. ഇതിൽ ഇംഗ്ലീഷ് ഭാഷയില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച ഒരേ ഒരു വിദേശ ഭാഷയാകുന്നു നേപ്പാളി.
ഇന്ത്യയുടെ ദേശീയ ചിഹ്നമാകുന്നു സിംഹമുദ്ര. ജാനുവരി 26, 1950 ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സിംഹമുദ്രയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത്. ഉത്തർപ്രദേശിലെ വാരണാസിയിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് ഈ സിംഹമുദ്രയുടെ റഫറൻസ് എടുത്തിട്ടുള്ളത്. ഈ സിംഹമുദ്രയിൽ ടോട്ടൽ 8 മൃഗങ്ങളാണുള്ളത്. അതിൽ 5 സിംഹവും, ഒരു കുതിര, ഒരു കാള, ഒരു ആന എന്ന രീതിയിലാണ് 8 മൃഗങ്ങളുള്ളത്. ഈ സിംഹമുദ്രയുടെ പെൻസിൽ സ്കെച്ച് തയ്യാറാക്കിയിരിക്കുന്നത് ദീനാനാഥ് ഭാർഗവ എന്ന പെയിന്ററാകുന്നു. ഈ സിംഹമുദ്രയുടെ താഴെ ദേവനാഗരി ലിപിയിൽ സത്യമേവ ജയതേ എന്ന് എഴുതിയിരിക്കുന്നു. ഈ ഒരു സത്യമേവ ജയതേ എന്ന കോട്ട് എടുത്തിട്ടുള്ളത് മുണ്ടുകോപനിഷത്തിൽ നിന്നുമാകുന്നു. സിംഹമുദ്രയുടെ താഴെ കാണുന്ന ചക്രത്തിന് ധർമ്മചക്രം എന്ന് പറയുന്നു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര നാണയങ്ങൾ, പാസ്പോർട്ട്, പോസ്റ്റൽ സ്റ്റാമ്പ്, പോലീസ് യൂണിഫോം, ബാഡ്ജുകൾ, കേരള ഹൈക്കോടതി കവാടം തുടങ്ങി ഭാരത സർക്കാർ ഓഫീസുകളിലെല്ലാം നമുക്ക് നമ്മുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ച് 2005 നിയമം പാസാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി, ദേശീയ നൃത്തം ഭരതനാട്യം, ദേശീയ വൃക്ഷം പേരാൽ, ദേശീയ ഫലം മാമ്പഴം, ദേശീയ പുഷ്പം താമര, ദേശീയ കലണ്ടർ ശകവർഷം, ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നു റോയൽ ബംഗാൾ കടുവ. 1972 മുമ്പ് വരെ സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗം. ദേശീയ മത്സ്യമാകുന്നു അയല. ഇന്ത്യൻ മാക്കറേൽ വിഭാഗത്തിൽപ്പെട്ട അയലയാകുന്നു ഇന്ത്യയുടെ ദേശീയ മത്സ്യം. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാകുന്നു ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ നദിയാകുന്നു ഗംഗാ നദി. ഇന്ത്യയുടെ പൈതൃക മൃഗമാകുന്നു ആന. ആന എന്നത് കേരളം, കർണാടക, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗം കൂടിയാകുന്നു ആന. മാത്രമല്ല ഇന്ത്യയുടെ പൈതൃക മൃഗം കൂടിയാകുന്നു ആന. രൂപയുടെ ചിഹ്നം ഡിസൈൻ ചെയ്തത് ഡി ഉദയകുമാർ ആകുന്നു. രൂപയുടെ ഈ കാണുന്ന ചിഹ്നം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത് 2010 ജൂലൈ 15 ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത് 2004 നവംബർ 4 ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത് 2009 ഇന്ത്യയുടെ ദേശീയ പക്ഷിയാകുന്നു മയിൽ. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ പേരാകുന്നു ത്രിവർണ പതാക. ഇംഗ്ലീഷിൽ ട്രൈ കളർ ഫ്ലാഗ് എന്നും ഹിന്ദിയിൽ തിരങ്ക എന്നും പറയുന്നു. ഇന്ത്യൻ ദേശീയ പതാക ഡിസൈൻ ചെയ്തത് ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ ആകുന്നു. ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ നാഷണൽ ലാംഗ്വേജ്. ഇൻസ്റ്റെഡ് ദർ ഈസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ് വിച്ച് ഈസ് ഹിന്ദി. ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷയില്ല, പകരം ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക ഭാഷയുണ്ട്. അതിന്റെ പേരാകുന്നു ഹിന്ദി. ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി ഭാഷയാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുന്നത് 1949 സെപ്റ്റംബർ 14 ഈ സെപ്റ്റംബർ 14 നമ്മൾ ഹിന്ദി ദിവസ് ആയി ആചരിക്കുന്നതും. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമാകുന്നു സിംഹമുദ്ര. ജാനുവരി 26, 1950 ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സിംഹമുദ്രയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത്. ഉത്തർപ്രദേശിലെ വാരണാസിയിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് ഈ സിംഹമുദ്രയുടെ റഫറൻസ് എടുത്തിട്ടുള്ളത്. ഈ സിംഹമുദ്രയിൽ ടോട്ടൽ 8 മൃഗങ്ങളാണുള്ളത്. അതിൽ 5 സിംഹവും, ഒരു കുതിര, ഒരു കാള, ഒരു ആന എന്ന രീതിയിലാണ് 8 മൃഗങ്ങളുള്ളത്. ഈ സിംഹമുദ്രയുടെ പെൻസിൽ സ്കെച്ച് തയ്യാറാക്കിയിരിക്കുന്നത് ദീനാനാഥ് ഭാർഗവ എന്ന പെയിന്ററാകുന്നു. ഈ സിംഹമുദ്രയുടെ താഴെ ദേവനാഗരി ലിപിയിൽ സത്യമേവ ജയതേ എന്ന് എഴുതിയിരിക്കുന്നു. ഈ ഒരു സത്യമേവ ജയതേ എന്ന കോട്ട് എടുത്തിട്ടുള്ളത് മുണ്ടുകോപനിഷത്തിൽ നിന്നുമാകുന്നു. സിംഹമുദ്രയുടെ താഴെ കാണുന്ന ചക്രത്തിന് ധർമ്മചക്രം എന്ന് പറയുന്നു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര നാണയങ്ങൾ, പാസ്പോർട്ട്, പോസ്റ്റൽ സ്റ്റാമ്പ്, പോലീസ് യൂണിഫോം, ബാഡ്ജുകൾ, കേരള ഹൈക്കോടതി കവാടം തുടങ്ങി ഭാരത സർക്കാർ ഓഫീസുകളിലെല്ലാം നമുക്ക് നമ്മുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ച് 2005 നിയമം പാസാക്കിയിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദാറ്റ് മീൻസ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. നമ്മുടെ ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വരുന്ന വർഷം 1993 സെപ്റ്റംബർ 28 നമ്മുടെ രാജ്യത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത് 1993 ഒക്ടോബർ 12 രാജ്യത്തെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നാണ് ദേശീയ മനുഷ്യാവകാശ നിയമത്തെ വിശേഷിപ്പിക്കുന്നത്. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഒരു നിയമം പാർലമെന്റിലോ നിയമനിർമ്മാണ സഭയിലോ പാസാക്കി സ്ഥാപിക്കുന്ന സർക്കാർ സ്ഥാപനത്തെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ താഴെ പറയുന്നവയാണ്. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക.
ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ മുൻപത്തെ ആസ്ഥാനം ഗുജറാത്തിലെ സർദാർ പട്ടേൽ ഭവനിലായിരുന്നു. ഇപ്പോഴത്തെ ആസ്ഥാനം ഡൽഹിയിലെ മാനവ അധികാർ ഭവനിലാകുന്നു. 1993 നിലവിൽ വന്ന ദേശീയ മനുഷ്യാവകാശ നിയമം 2006 2019 ഭേദഗതി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാകുന്നു സർവ ഭവന്തു സുഖിന. ഗ്ലോബൽ ലെവലിൽ ആദ്യമായി, അതായത് ആഗോളതലത്തിൽ ആദ്യമായി മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. ദാറ്റ് ഈസ് 1948 ഡിസംബർ 10 ആഗോളതലത്തിൽ ആദ്യമായി മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. അതായത് 1948 ഡിസംബർ 10 യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ നടക്കുന്നത്. 1950 മുതൽ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുവാൻ തുടങ്ങി. 1991 ഫ്രാൻസിലെ പാരീസിൽ വെച്ച് മനുഷ്യാവകാശ കമ്മീഷനുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന നിയമസംഹിത അവതരിപ്പിച്ചു. ഇതിനെ പാരീസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നു. 1991 പാരീസ് പ്രിൻസിപ്പിൾസ് നടക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാകുന്നു. അവർ രാജി സമർപ്പിക്കേണ്ടതും രാഷ്ട്രപതിക്കാകുന്നു. 3 വർഷം വരെ അല്ലെങ്കിൽ 70 വയസ്സ് ആകുന്നതുവരെയാണ് ഇവരുടെ പ്രായപരിധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും ഉൾപ്പെടെ 6 അംഗങ്ങളാണുള്ളത്. മാത്രമല്ല 7 സ്ഥിരമല്ലാത്ത അംഗങ്ങളുമുണ്ട്. സ്ഥിരമല്ലാത്ത അംഗങ്ങളെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും ഉൾപ്പെടെ 6 അംഗങ്ങളും 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമാണുള്ളത്. മാത്രമല്ല ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനെ സെക്രട്ടറി ജനറൽ എന്നാണ് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും ഉൾപ്പെടെ മൊത്തം 6 പേരുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് സുപ്രീം കോർട്ടിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലെ ജഡ്ജി ആയിരിക്കണം. ബാക്കി വരുന്ന 5 സ്ഥിരാംഗങ്ങളുടെ യോഗ്യത കൂടി പറയാം. അതിൽ രണ്ടാമത്തെയാൾ നിലവിലുള്ളതോ വിരമിച്ചതോ ആയ സുപ്രീം കോർട്ട് ജഡ്ജി ആയിരിക്കണം. മൂന്നാമത്തെയാൾ നിലവിലുള്ളതോ വിരമിച്ചതോ ആയ ഒരു ഹൈക്കോർട്ട് ജഡ്ജി ആയിരിക്കണം. ബാക്കി വരുന്ന 3 പേർ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക അറിവ് നേടിയവരായിരിക്കണം. അതിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവർ ഉണ്ടായിരിക്കും. ഈ കമ്മിറ്റിയിലെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. ഓക്കെ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ടെന്ന്. ആ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പറയാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ, ദേശീയ പിന്നോക്ക കമ്മീഷൻ. ഇവരാകുന്നു 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ആകുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 3 ആകുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാകുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലയളവ് 3 വർഷം തികയുന്നതുവരെയോ അല്ലെങ്കിൽ 70 വയസ്സ് വരെയോ ആകുന്നു ഇവരുടെ കാലയളവ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയാം. ആദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെ ക്വാളിഫിക്കേഷൻ പറയാം. ഹൈക്കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ ജഡ്ജിയോ ആയിരിക്കണം. രണ്ടാമത്തെ അംഗത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്നത് നിലവിലുള്ളതോ റിട്ടയർഡ് ആയതോ ആയ ജഡ്ജി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കണം. മൂന്നാമത്തെയാൾ മനുഷ്യാവകാശങ്ങളിൽ പ്രായോഗിക അറിവ് നേടിയ വ്യക്തിയായിരിക്കണം. ആകെ 3 അംഗങ്ങളാണ് സംസ്ഥാന ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിൽ ഉള്ളത്. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പറയാം. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റിനാകുന്നു. നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ജനറൽ ഫാക്ടുകൾ പറയാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാന്റെ പേരാകുന്നു രംഗനാഥ മിശ്ര. നിലവിലെ ചെയർമാൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാകുന്നു അരുൺ കുമാർ മിശ്ര. 8ാമത്തെ ചെയർമാനാകുന്നു അരുൺ കുമാർ മിശ്ര. മലയാളിയായ ആദ്യ ചെയർമാൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മലയാളിയായ ആദ്യ ചെയർമാനാകുന്നു KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യ മലയാളി വനിതയുടെ പേരാകുന്നു ഫാത്തിമ ബീവി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനാകുന്നു ജസ്റ്റിസ് M പരീത് പിള്ള. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ 2 മെമ്പേഴ്സിന്റെ പേരാകുന്നു ഡോക്ടർ S ബലരാമൻ, TK വിൽസൺ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് M പരീത് പിള്ള,
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ 2 മെമ്പേഴ്സാകുന്നു ഡോക്ടർ എസ് ബലരാമനും TK വിൽസണും. നിലവിലെ ചെയർമാൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാന്റെ പേരാകുന്നു എസ് മണികുമാർ. നിലവിലുള്ള സെക്രട്ടറി ജനറൽ ആകുന്നു T വിജയകുമാർ. വിവരാവകാശ കമ്മീഷൻ, ദാറ്റ് ഈസ് റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ, ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽക്കാരൻ എന്നും വിശേഷിപ്പിക്കുന്ന രാജ്യത്തിന്റെ നിയമമാകുന്നു വിവരാവകാശ നിയമം. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനഫലമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിനുള്ള അവസരം ഇന്ത്യയിൽ നടപ്പിൽ വന്നത് 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിലൂടെയാണ്. രാജസ്ഥാനിലെ സോഷ്യൽ റീഫോമർ ആയിരുന്ന അരുണ റോയിയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സങ്കേതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഇന്ത്യയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നടപ്പിൽ വന്നത്. രാജ്യത്തിലെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഈ RTI ആക്ടിലൂടെ നടപ്പാക്കുന്നു. അഴിമതി നിയന്ത്രണവും സുതാര്യതയുമാണ് RTI ഉറപ്പു നൽകുന്നത്. RTI ആക്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15-നാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12-നാകുന്നു. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാകുന്നു. ഈ നിയമം നടപ്പിലാക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗുമായിരുന്നു. വിവരാവകാശ നിയമം നടപ്പിൽ വരുത്തുന്ന 55ാമത് രാജ്യമാകുന്നു ഇന്ത്യ. ആദ്യമായി ഈ നിയമം നടപ്പാക്കുന്ന രാജ്യം സ്വീഡൻ ആകുന്നു. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് 2002 നിലവിൽ വന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആകുന്നു. വിവരാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാകുന്നു. വർഷം 1997. വിവരാവകാശ നിയമം 2005 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ശേഷം ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാകുന്നു രാജസ്ഥാൻ. വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ആസ്ഥാനം ഡൽഹിയിലെ CIC ഭവൻ ആകുന്നു. വിവരാവകാശ കമ്മീഷന്റെ മുമ്പത്തെ ആസ്ഥാനം ഡൽഹിയിലെ ഓഗസ്റ്റ് ക്രാന്തി ഭവനാകുന്നു. ദേശീയ വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 11 ആകുന്നു. അതിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാർ ഉൾപ്പെടെ 11 പേരാകുന്നു ഉള്ളത്. ദേശീയ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. ഈ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 65 വയസ്സുവരെയോ അല്ലെങ്കിൽ 3 വർഷം തികയുന്നതുവരെയോ ആയിരിക്കും. വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാകുന്നു. അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിന്ന് 20 വർഷം മുമ്പ് വരെയുള്ള ഇൻഫർമേഷൻസ് ആണ് വിവരാവകാശ നിയമത്തിലൂടെ അറിയുവാൻ കഴിയുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19-നാകുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാർ ഉൾപ്പെടെ ആകെ 11 അംഗങ്ങളാകുന്നു ഉള്ളത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും അതുപോലെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയും ഉണ്ടായിരിക്കും. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണർ ആയിരിക്കും. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാകുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. അനദർ ഫാക്ട് ഈസ്, ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്നു വജാഹത്ത് ഹബീബുള്ള. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്നു പാലാട്ട് മോഹൻദാസ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്നു പാലാട്ട് മോഹൻദാസ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് വിവരാവകാശ നിയമത്തിലൂടെ ലഭ്യമാകുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതി വിവരക്കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും. ഈ വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. റിട്ടുകൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 32-ലും 226-ലുമാണ് റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് റിട്ടുകളെക്കുറിച്ചാണ്. റിട്ടുകൾ എന്താണെന്ന് പറഞ്ഞുതരാം. റിട്ടുകൾ എന്നത് ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് പുറത്തിറക്കുന്ന ലീഗൽ ഓർഡേഴ്സ് ആകുന്നു. ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരെ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്താൽ കോടതികൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാറുണ്ട്. ഈ ഓർഡറുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകൾ എന്ന ആശയം നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നുമാണ്.
ആർട്ടിക്കിൾ 32 പറയുന്ന 5 റിട്ടുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവയാകുന്നു ഹേബിയസ് കോർപ്പസ് റിട്ട്, മാൻഡമസ് റിട്ട്, പ്രൊഹിബിഷൻ റിട്ട്, കോ വാറണ്ടോ റിട്ട്, സർട്ടിയോറാരി റിട്ട്. ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്. സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആർട്ടിക്കിൾ ആകുന്നു ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആകുന്നു ആർട്ടിക്കിൾ 226. ഇനി ഓരോ റിട്ടുകളെ കുറിച്ചും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് റിട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമവിരുദ്ധമായി ഒരാളെ തടവിലാക്കിയാൽ അയാളെ വിട്ടയക്കാൻ കോടതി ഉത്തരവിടും. ഇതാണ് ഹേബിയസ് കോർപ്പസ് റിട്ട്. ശ്രദ്ധിക്കുക, നിയമവിരുദ്ധമായി തടവിലാക്കിയാലാണ്, അല്ലാതെ കോടതി ശിക്ഷിച്ച് തടവിലാക്കിയ ആളെയല്ല. സാധാരണയായി ന്യൂസുകളിലും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ടാകും, വീട്ടുതടങ്കലിൽ പെട്ടവർക്ക് വേണ്ടിയിട്ട് ഹേബിയസ് കോർപ്പസ് റിട്ടുകൾ കോടതി പുറപ്പെടുവിക്കുന്നത് നമ്മൾ ന്യൂസുകളിലും മറ്റും കണ്ടിട്ടുണ്ടാകും, അല്ലേ? മാൻഡമസ് റിട്ട്. മാൻഡമസ് റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ നിയമബാധ്യതകൾ നിറവേറ്റാതിരിക്കുന്നു എന്ന പരാതിയിൽ കോടതി ഉത്തരവിടുന്നതിനെയാണ് മാൻഡമസ് റിട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രൊഹിബിഷൻ റിട്ട്. പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരം ഇല്ലാത്ത ഒരു കേസ് പരിഗണിക്കുമ്പോൾ അതിനെ തടയാൻ കോടതി ഉത്തരവിടും. ഇതാകുന്നു പ്രൊഹിബിഷൻ റിട്ട്. നെക്സ്റ്റ് വരുന്നത് കോ വാറണ്ടോ റിട്ട് ആകുന്നു. കോ വാറണ്ടോ റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും അയോഗ്യനായിട്ടും ഒരു പദവി വഹിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ഉത്തരവുകളെയാണ് കോ വാറണ്ടോ റിട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാകുന്നു സർട്ടിയോറാരി റിട്ട്. സർട്ടിയോറാരി റിട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു താഴ്ന്ന കോടതി നൽകിയ തെറ്റായ ഉത്തരവിനെ ഉയർന്ന കോടതി റദ്ദു ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന റിട്ടാകുന്നു സർട്ടിയോറാരി റിട്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റുകൾ എന്താണ് എന്നതിനെ കുറിച്ചാണ്. അതെന്താണെന്ന് പറയാം. ദാറ്റ് ഈസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ലിസ്റ്റുകൾ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സിനെയാണ്. അതായത് രാജ്യത്തെ അധികാര വിതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെയാണ് ലിസ്റ്റുകൾ എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പട്ടിക 7-ലും ഭാഗം 11-ലുമായിട്ടാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 245 മുതൽ ആർട്ടിക്കിൾ 255 വരെയും ലിസ്റ്റുകളെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആകുന്നു ആർട്ടിക്കിൾ 246. നിയമനിർമ്മാണ അധികാരങ്ങൾ 3 ലിസ്റ്റുകളായി വിഭജിച്ചിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. ദാറ്റ് ആർ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. എന്താണ് യൂണിയൻ ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റ് പ്രകാരം നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ സഭയ്ക്കാകുന്നു. 97 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ, രാജ്യം മുഴുവൻ പൊതുവായ നയങ്ങൾ രൂപപ്പെടുത്തേണ്ട വിഷയങ്ങൾ, ഇവയെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രതിരോധം, ആണവശക്തി, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, കറൻസി നാണയങ്ങൾ, ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങൾ, നദീജല വിതരണം, ദേശീയപാത, ബാങ്കിംഗ്, ഇൻഷുറൻസ്, റെയിൽവേകൾ, വ്യോമപഥങ്ങൾ, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, പൗരത്വം, പേറ്റന്റും പകർപ്പവകാശവും, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യാപാരം, കുടിയേറ്റം, സെൻസസ്, ആശയവിനിമയോപാധികൾ, ലോട്ടറി, ഉപ്പിന്റെ ഉൽപ്പാദനവും വിതരണവും, സിനിമാ നിർമ്മാണം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, ആദായ നികുതി, അളവ് തൂക്കങ്ങളുടെ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നത്, ഈ തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി നമുക്ക് എന്താണ് സംസ്ഥാന ലിസ്റ്റ്, അതായത് എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് നോക്കാം. സ്റ്റേറ്റ് ലിസ്റ്റ് പ്രകാരം നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കായിരിക്കും ഉണ്ടാവുക. 61 വിഷയങ്ങളാണ് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത്. മുമ്പ് 66 വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവയാകുന്നു കൃഷി, പോലീസ്, ജയിൽ, തദ്ദേശ ഭരണകൂടങ്ങൾ, പൊതുജനാരോഗ്യം, മത്സ്യബന്ധനം, സംസ്ഥാനങ്ങൾക്കുള്ള വ്യാപാരവും വാണിജ്യവും, വാഹന നികുതി, മദ്യം, ആഭ്യന്തര തീർത്ഥാടനം, ഭൂനികുതി, കെട്ടിട നികുതി, കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസുകൾ, ചരക്കുകളുടെ ഉൽപ്പാദനവും വിതരണവും, ഗതാഗതം, സ്റ്റാമ്പ് ഡ്യൂട്ടി. എന്താണ് കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമനിർമ്മാണം നടത്തുവാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരമുള്ള വിഷയങ്ങളാകുന്നു കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. 52 വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവയാകുന്നു കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം, തൊഴിൽ സംഘടനകൾ, വൈദ്യുതി, ഫോറസ്റ്റ്, വിവാഹവും വിവാഹമോചനവും, കുടുംബാസൂത്രണം, ജനസംഖ്യാ നിയന്ത്രണം, സാമ്പത്തികാസൂത്രണം, മായം ചേർക്കൽ, ദത്തെടുക്കലും പിന്തുടർച്ചയും, പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടിശാലകൾ, ക്രിമിനൽ നിയമങ്ങൾ, ക്രിമിനൽ നടപടിക്രമങ്ങൾ, ഇവയെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നവയാകുന്നു. ദെൻ നെക്സ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കുവാനുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ 5 വിഷയങ്ങളെക്കുറിച്ചാണ്.
1976 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 42ാം അമെൻമെന്റ് പ്രകാരം 5 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവയാകുന്നു: ഫസ്റ്റ് 1 വിദ്യാഭ്യാസം, രണ്ടാമത്തത് വനം, 3 അളവ് തൂക്കം, 4 വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, 5 സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള നീതിന്യായ ഭരണം. ഈ 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വർഷം 1976 42ാം ഭേദഗതി പ്രകാരം. മൗലിക അവകാശങ്ങൾ, ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മനുഷ്യർക്കും അതുപോലെ എല്ലാ പൗരന്മാർക്കും നമ്മുടെ രാജ്യമായ ഇന്ത്യ പ്രദാനം ചെയ്യുന്ന അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത് അമേരിക്കയിൽ നിന്നുമാകുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 6 മൗലിക അവകാശങ്ങളാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ മൗലിക അവകാശങ്ങൾ 6 ആകുന്നു. അവ ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് 1 സമത്വത്തിനുള്ള അവകാശം, സെക്കൻഡ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരായ അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, 6 ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. ഈ ഓരോ നമ്മുടെ മൗലിക അവകാശങ്ങളും പറയുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് പറയാം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ ചൂഷണത്തിനെതിരായ അവകാശം. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സോ പേ അറ്റൻഷൻ വൺസ് അഗെയിൻ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ദാറ്റ് ഈസ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അവയാകുന്നു സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ, അതായത് മൗലിക കടമകളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. സോ നെക്സ്റ്റ് ലെറ്റ് us ലേൺ അബൌട്ട് അവർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. സോ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസാണ് നമുക്കുള്ളത്. 11 മൗലിക കടമകളാണ് നമുക്കുള്ളത്. മൗലിക കടമകളെക്കുറിച്ച് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ഭാഗം 4A ആർട്ടിക്കിൾ 51A കീഴിലായിട്ടാണ് നമ്മുടെ മൗലിക കടമകളെക്കുറിച്ച് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഭാഗം 4A ആർട്ടിക്കിൾ 51A കീഴിലായിട്ടാണ് നമ്മുടെ മൗലിക കടമകളെക്കുറിച്ച് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ആ 11 മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എ, ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. ബി, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. സി, ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഡി, രാജ്യത്തെ കാത്തുസൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ഇ, മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. എഫ്, നമ്മുടെ സംസ്കാര സമന്വയത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ജി, വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതി ഉള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം നിലനിർത്തുകയും ചെയ്യുക. എച്ച്, ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. ഐ, പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ജെ, രാഷ്ട്രം യത്നത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. കെ, 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടികൾക്കോ തൻ്റെ സംരക്ഷണത്തിലുള്ള കുട്ടികൾക്കോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക. മാർഗനിർദ്ദേശക തത്വങ്ങൾ, ദാറ്റ് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച്, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെക്കുറിച്ച് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാകുന്നു. വെൽഫെയർ സ്റ്റേറ്റ്, അതായത് ക്ഷേമരാഷ്ട്രം എന്ന കോൺസെപ്റ്റിനെ മുൻനിർത്തിയിട്ടാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.
പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതെല്ലാം നിർദ്ദേശങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ ഒരാൾ പാലിച്ചില്ല എന്ന് കരുതി കോടതിയെ സമീപിക്കാനും കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹമല്ല എന്ന് ആർട്ടിക്കിൾ 37 പറയുന്നു. ക്ഷേമരാഷ്ട്രം എന്ന ആശയമാണ് നിർദ്ദേശക തത്വങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് അയർലൻഡിൽ നിന്നുമാണ്. 1944 തേജ് ബഹദൂർ സപ്രു അധ്യക്ഷനായ സപ്രു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലൂടെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. സൗജന്യ നിയമസഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കൽ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ, ഏകീകൃത സിവിൽ കോഡ്, പഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായം, വ്യവസായ സംരംഭങ്ങളിലെ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, സഹകരണ സംഘങ്ങളുടെ ഉന്നമനം, വനം വന്യമൃഗ സംരക്ഷണം, പ്രകൃതിയുടെ ഉന്നമനം, കൃഷി മൃഗസംരക്ഷണം, ഗോവധ നിരോധനം ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശക തത്വങ്ങൾ.